ഹായ്, ഇന്ന് കുറച്ച് നത്തോലി കിട്ടി. അത് നമുക്ക് മിളകിട്ട് വെക്കാം, അതും വിറകടുപ്പിൽ. അതിനാവശ്യമായ സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചെറിയ ഉള്ളി 8 എണ്ണം, പച്ചമുളക് 4 എണ്ണം, തക്കാളി 1, ഇഞ്ചി ചെറിയ കഷ്ണം, കറിവേപ്പില 2 അല്ലി. കൊടംപുളി ഒരു 10-15 എണ്ണം. പുളി കുറവുള്ള കൊടംപുളി ആയത് കാരണം, പുളിയുള്ള കൊടംപുളിയാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി. നത്തോലി 1/2 കിലോ. ഇനി ഇത് നമുക്ക് റെഡിയാക്കാം. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർക്കുക. ചതച്ചിട്ടോ പേസ്റ്റാക്കിയിട്ടോ ചേർക്കാം. അതിലേക്ക് പച്ചമുളക് 2ആയി കീറി ഇടുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. തക്കാളി 1 അരിഞ്ഞിടാം. കുറച്ച് കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 2.25 ടീസ്പൂൺ, ഇത് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പകുതി കട്ടായി പോണേ കേട്ടോ. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ഉപ്പ് 1.25 സ്പൂൺ, അത് ആവശ്യത്തിന് ഇടാം. പിന്നെ അതേമാതിരി എരിവും നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അത് നമുക്ക് ചേർക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റം വരുത്തട്ടാ. ചിലർക്ക് എരിവ് കുറവാവും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള എരിവിന് ചേർക്കുക. ഇവിടെ എരിവ് കൂടുതലാണ് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ടാണ് മുളകും പൊടിയൊക്കെ കൂടുതലിടുന്നത്. അതിലേക്ക് ഈ വെളിച്ചെണ്ണ ചേർത്ത് കുഴയ്ക്കാം. നല്ല ചേർക്കണം കേട്ടോ, എന്നാലേ അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കൈകൊണ്ട് ചേർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കൊടംപുളി 15 എണ്ണം കഴുകി വെച്ചതാണ്. ഈ കൊടംപുളിക്ക് തീരെ പുളിയില്ല, അതുകൊണ്ടാണ് 15 എണ്ണം ചേർക്കുന്നത്. അല്ലെങ്കിൽ 15 എണ്ണം ചേർക്കണ്ട കേട്ടോ. പിന്നെ ഇത് ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. എന്നിട്ട് നമുക്കത് ഒന്നും കൂടി യോജിപ്പിച്ച് അടുപ്പിലേക്ക് വെക്കാം. അടുപ്പിൽ വെച്ചിട്ടാ, ഇതാണ് വിറകടുപ്പ്. ഞങ്ങൾ അടുക്കളയൊക്കെ ചെറുതാട്ടോ, അടുപ്പും അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യണതല്ലല്ലോ നമ്മൾ.
കറി തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് മീനിടാം. ഇരുമ്പ് ചട്ടിയും അടുപ്പും കൂടി ആകുമ്പോൾ കറി വേഗം വറ്റിപ്പോവാം. അപ്പം നമ്മൾ അതിനനുസരിച്ച് നോക്കി നിൽക്കണം. പിന്നെ നത്തോലിക്ക് അധികം വേവില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളവിടെ നത്തോലിക്ക് എന്താ പറയുക? ഞങ്ങളവിടെ ചൂടാന്നാണ് പറയുക. നിങ്ങളവിടെ എന്താണ് പേര് പറയണത് വെച്ചെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മീനിടാം. മീനിട്ടു. ഇനി ഇതൊന്ന് നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ മിളകാ മഞ്ഞളാ മല്ലി എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് കുറവുണ്ടെങ്കിൽ നമുക്കത് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. കറി കുറുകി തുടങ്ങിട്ടോ. ഇരുമ്പ് ചട്ടിയും കൂടി ആകുമ്പോൾ വേഗം കറി വറ്റും. ഓക്കെ, തിളച്ചതിൽ കുറച്ച് മുളക് പൊടി കുറവുണ്ടായിരുന്നു, കുറച്ച് മല്ലിപ്പൊടിയും കുറവുണ്ടായിരുന്നു. ഇതൊന്ന് നന്നായി ഇളക്കി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറി ഇറക്കി വയ്ക്കാം. നന്നായി തിളച്ചിക്കുന്നു. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാട്ടോ. കുറച്ച് കറിവേപ്പിലയും ഇടാം. അപ്പോൾ നമ്മുടെ അടുപ്പിൽ വെച്ചുണ്ടാക്കിയ ചൂടക്കറി റെഡി. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതിൻ്റെ കൂടെ അതിൻ്റെ അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണും കൂടി അമർത്തണേ.